ചാലക്കുടി ആശാരിക്കാട് സ്വദേശി റിജോ എന്നാണ് പ്രതിയുടെ പേര്. മലയാളിയാണ്, ചെറുപ്പക്കാരനാണ്. വീട്ടിലെ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് കവർച്ച നടത്തിയത്. 5 ലക്ഷം രൂപ ഇയാളിൽ നിന്നും ചെലവഴിച്ചതോ ഇയാൾ ഒളിപ്പിച്ചതോ നിലയിലാണ് 10 ലക്ഷം രൂപ പിടികൂടുമ്പോൾ പ്രതിയുടെ പക്കൽ നിന്നും ഉണ്ടായിരുന്നു. ഏതായാലും ഈ ചാലക്കുടി ആശാരിക്കോട് സ്വദേശി റിജോ എന്ന ആളാണ് പ്രതി. ഈ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള നടത്തി രക്ഷപ്പെട്ട പ്രതിയെ 3 ദിവസത്തിനുള്ളിൽ തന്നെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നു. ഈ തൃശൂർ റൂറൽ പോലീസിന്റെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് 25 അംഗ അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെയും സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. തൃശൂർ ചാലക്കുടി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിമാരും അതോടൊപ്പം തന്നെ 5 CI-മാരും 4 CI-മാരും 5 SI-മാരും അടങ്ങുന്ന വിപുലമായ അന്വേഷണ സംഘം രൂപീകരിച്ചു. ഈ അന്വേഷണ സംഘം രൂപീകരിച്ച് കൃത്യമായ വഴിയിൽ പ്രതി പോകാനിടയുള്ള റൂട്ട്, CCTV, പ്രതിയുടെ സംശയിക്കപ്പെടുന്ന കോൾ ലിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ ബാങ്ക് ജീവനക്കാരുടേതായ CDR വിവരങ്ങൾ, അത്തരത്തിൽ എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് കൃത്യമായ വഴിയിലൂടെയുള്ള അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്. ഈ അന്വേഷണത്തിനൊടുവിൽ പ്രതി വലയിലായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ചാലക്കുടി ആശാരിക്കാട് സ്വദേശിയായ റിജോ എന്നയാളാണ് പ്രതി. ഇയാളെ പിടികൂടിയത് എവിടെ നിന്നാണ്, എത്ര രൂപ, ഏത് സമയത്താണ് ഇയാളെ പിടികൂടിയത്, എത്രമാത്രം ഏത് നിലയിലാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കേണ്ടതുണ്ട്. ഏതായാലും രഹസ്യ കേന്ദ്രത്തിലേക്ക് ഈ പ്രതിയെ എത്തിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലും മറ്റും നടത്തുകയാണ്. അതിനുശേഷം ഔദ്യോഗികമായി തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത, സ്ഥിരീകരണം പോലീസ് തന്നെ നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ കേരളത്തെ ഞെട്ടിച്ച, തൃശൂരിനെ ഞെട്ടിച്ച ബാങ്ക് കൊള്ളയിലെ പ്രതിയെ 3 ദിവസത്തിനുള്ളിൽ പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചു.